ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി മിഹിർ അഹമ്മദിനെതിരെ ആരോപണവുമായി ഗ്ലോബൽ സ്കൂൾ മാനേജ്മെന്റ്. മിഹിർ പ്രശ്നക്കാരനായിരുന്നുവെന്നും സുഹൃത്തുക്കളുമായി ചേർന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചുവെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. റാഗിംഗ് ആരോപണം തള്ളിയ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് മിഹിറിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻപ് പഠിച്ച സ്കൂളിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് ടി.സി ലഭിച്ച ശേഷമാണ് മിഹിർ തങ്ങളുടെ സ്കൂളിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥിക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് മിഹിറിന് അഡ്മിഷൻ നൽകിയത്. മിഹിറും സഹപാഠികളും ചേർന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചു. തുടർന്ന് മിഹിറിന്റെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. രക്ഷിതാക്കൾ ആരോപിക്കുന്നത് പോലെ മിഹിറിനെ ആരും റാഗ് ചെയ്തിട്ടില്ല. ആരോപണം ഉയർന്നതു പിന്നാലെ അന്വേഷണം നടത്തി. സാക്ഷിമൊഴികളോ മറ്റു തെളിവുകളോ ഇല്ലാത്തതിനാലാണ് ആർക്കെതിരെയും നടപടിയെടുക്കാത്തതെന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സ്കൂളിന് NOC ഉള്ളതായി തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തെളിവെടുപ്പിന് ശേഷം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ NOC ഉണ്ടെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് KSU പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മീഡിയ 1 കൊച്ചി.